ഗംഗെ, എല്ലാം റെഡിയാണല്ലോ അല്ലേ? കൊറേ നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എവിടെ അരുണേട്ടന്റെ ഗസ്റ്റ്? ഞാൻ എന്റെ ജോലി എല്ലാം തീർത്തു വെച്ചിരിക്ക. അല്ല, ഇത്ര നേരമായിട്ട് അരുണേട്ടൻ ആരാ ഇവിടെ വരാൻ പോകുന്നത് എന്നോട് പറഞ്ഞില്ലല്ലോ. ആരാണെന്ന് പറയേ. ആ, വന്നു തോന്നുന്നത്. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഹായ്. ഹായ്. HRC കമ്മീഷണർ ആയിരുന്നപ്പോ കണ്ടതാ. അതിനുശേഷം ഇപ്പോഴാ കാണുന്നത്. സുഖം തന്നെ അല്ലേ സാറേ? എന്താടാ സാറെന്നൊക്കെ വിളിച്ച് ഓവറാക്കാണ് നീ? ഈ നാട്ടുകാർക്കല്ലേ ഞാൻ കളക്ടർ. എന്നാ നിനക്ക് ഞാൻ ഇപ്പോഴും ഫ്രണ്ട് തന്നെയാടാ. നീ ചുമ്മാ വാടാ പോടാന്ന് വിളിക്കാനുള്ളത്. ശരി, അകത്തേക്ക് വാ. എടാ, വാടാന്ന് വിളിച്ചാൽ മാത്രമേ ഞാൻ അകത്തേക്ക് വരൂ. ശരി, വാടാ. അതാണ്. ഇത് മുരളീധര കൈമാൾ, എന്റെ ക്ലോസ് ഫ്രണ്ടാ. നോർത്ത് ഇന്ത്യയിൽ കളക്ടറായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇങ്ങോട്ട് സ്ഥലമാറ്റം കിട്ടി വന്നിരിക്കുക. ഇതെന്റെ വൈഫാ ഗംഗ. നമസ്കാരം. നമസ്കാരം. അരുണേട്ടൻ ഒരു കാര്യത്തിന് ഇങ്ങനെ ആവേശം കാണിക്കാത്തതാ. പക്ഷെ ഇന്ന് കാലത്ത് എണീറ്റപ്പോ മുതല് ആള് ഭയങ്കര ഉഷാറാ. ഞാനും അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നേ. എന്താന്ന് വെച്ചാ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെയാ. കോളേജിൽ വെച്ച് ഞങ്ങൾ ചെയ്തു കൂട്ടാത്ത കുരുത്തക്കേടുകൾ ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം. അദ്ദേഹത്തിന് നിങ്ങളെപ്പോലൊരു നല്ല ഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അല്ല, തനിച്ചാണോ ഇങ്ങോട്ട് വന്നേ? നിങ്ങളുടെ വൈഫിനെ കൊണ്ടുവന്നില്ലേ? കർക്കിടക മാസമല്ലേ ഗംഗെ, നാലമ്പലം തൊഴാൻ പോയിരിക്കുക അവള്. ഓ, അടുത്ത പ്രാവശ്യം വരുമ്പോ തീർച്ചയായും അവളെയും കൊണ്ടുവരാം. ശരി. ഭക്ഷണമൊക്കെ റെഡിയാ. വരും, നമുക്ക് കഴിക്കാം. അരുണേട്ടാ, കൂട്ടിട്ട് വരും. ഭക്ഷണം കഴിക്കാം. അരുണേ, അങ്കിളിന്റെ കാര്യമൊക്കെ ഞാൻ ഈ അടുത്തറിഞ്ഞേ. എനിക്ക് വല്ലാത്ത വിഷമമായി പോയി. നീ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവൂല്ലേ? നല്ല മനസ്സായിരുന്നു എൻ്റെ അച്ഛന്. ഒരിക്കലും അദ്ദേഹത്തെ പരിചയപ്പെട്ട പിന്നെ ആർക്കും മറക്കാൻ പറ്റില്ല. ഇപ്പൊ സ്നേഹത്തോടെ ആരെങ്കിലും സംസാരിച്ചാ എനിക്ക് നിന്റെ അച്ഛനെയാണ് ഓർമ്മ വരിക. അതുപോലൊരു വ്യക്തിത്വമായിരുന്നു എൻ്റെ അച്ഛന്. എല്ലാ കാര്യങ്ങളും ഇത്രമാത്രം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊരു ദുരവസ്ഥ വന്നല്ലോ എന്ന് ഓർക്കുമ്പോ. ലാസ്റ്റ് ഇയർ ഞാൻ ദുബായിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടിരുന്നു. ആ സമയത്ത് എന്നോട് നിന്നെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒത്തിരി പ്രതീക്ഷയോടെ അദ്ദേഹം സംസാരിച്ചിരുന്നേ. നിന്റെ അച്ഛൻ ശരിക്കും നിന്നെ ഒരു കൂട്ടുകാരനെ പോലെ കണ്ടിരുന്നേ. അച്ഛൻ എന്നൊരു ശക്തി എത്ര വലിയൊരു ധൈര്യമാണെന്ന് ആ സ്നേഹം ഇല്ലാതാകുമ്പോഴേ നമുക്ക് മനസ്സിലാകും. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നെ എന്ത് പറഞ്ഞാൽ ഞാൻ ആശ്വസിപ്പിക്കുക? എടാ, ഞാൻ പറയുന്നൊരു ക്ഷേത്രത്തിൽ പോയാൽ ഉറപ്പായി നിനക്ക് സമാധാനം കിട്ടും. നിരീശ്വരവാദി എന്താ എങ്ങനെ പറയുന്നെന്ന് ആലോചിക്കുക. ആ ക്ഷേത്രത്തിന് അത്രമാത്രം ശക്തിയുണ്ടടാ. ഞാൻ എൻ്റെ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലം അക്വയർ ചെയ്യാനായിട്ട് പാർവതിപുരം എന്നൊരു ഗ്രാമത്തിൽ പോയടാ. ആ ഗ്രാമം ഏതാന്നാ പറഞ്ഞേ? പാർവതിപുരം ചെങ്ങന്നൂരിനടുത്തുള്ളൊരു സ്ഥലമാണ്. അവിടെ കാട്ടമ്മ എന്നൊരു ഭഗവതി ഉണ്ട്. അണക്കെട്ട് പണിയാൻ പോയ ഞാനാ അവസാനം ക്ഷേത്രം പണിയാന്ന് പറഞ്ഞ് നേർച്ചയും നേർന്നു പോന്നു. അത്രയേറെ ശക്തി സ്രോതസ് നിറഞ്ഞൊരു സ്ഥലവാടാ ആ പാർവതിപുരം. നീ ഒരു പ്രാവശ്യം ഒന്ന് പോയി നോക്കടാ. നിന്റെ എല്ലാ പ്രയാസങ്ങളും മാറുന്നേ.
ഈ അച്ഛനും മോനും കൂടി എവിടെ പോയി കിടക്കാന്ന് അറിയില്ല. മായോട് ചോദിച്ചപ്പോ അവിടെയും ചെന്നിട്ടില്ലെന്നാ പറഞ്ഞ്. ഇനി അങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. അരുണിനോട് പോയി പറയുന്നത് നല്ലത്. അരുൺ, മുരളിയും ധർമ്മേട്ടനെ 2 ദിവസമായിട്ട് കാണാനില്ല മോനെ. മായയുടെ അടുത്ത് പോയി നിന്നിട്ട് വരാൻ എന്നോട് പറഞ്ഞായിരുന്നു. അതാ ഞാൻ അന്വേഷിക്കാഞ്ഞ്. പക്ഷെ ഇതുവരെ രണ്ടാളൊന്നും വിളിച്ചിട്ട് പോലുമില്ല. ഞാൻ മായയുടെ അടുത്ത് തിരക്കായിരുന്നു മോനെ. അവരങ്ങോട്ട് ചെന്നിട്ടില്ലെന്നാ പറയുന്നേ. എനിക്കെന്താ വല്ലാതെ പേടിയാവുന്നു അരുൺ മോനെ. അല്ല, നീ എന്തിനാ അത്യാവശ്യമായിട്ട് എന്നെ വിളിച്ചേ? അച്ഛാ, അച്ഛനെയും ഗംഗ ചേച്ചിയും കൊല്ലണോന്ന് ധർമ്മജനങ്ങളും മുരളിയങ്ങളും കൂടി പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അത് അച്ഛനോട് പറയാനല്ലേ ഞാൻ വിളിച്ചേ. എന്തായിരുന്നു നീ ഇങ്ങനെ ആലോചിക്കുന്നേ? എന്നോട് പറയണ്ടെന്നെങ്ങാനും പറഞ്ഞിട്ട് അവരെങ്ങോട്ടെങ്കിലും പോയിരിക്കുക? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ആന്റി. അങ്കിള് വലിയ രാഷ്ട്രീയക്കാരനല്ലേ, വല്ല പാർട്ടി മീറ്റിങ്ങിനും മറ്റോ പോയതായിരിക്കും. കുറച്ച് നാളായിട്ട് ധർമ്മേട്ടൻ രാഷ്ട്രീയമൊക്കെ നിർത്തി വെച്ചിരിക്കുക. മീറ്റിങ്ങിനൊന്നും പോയിരിക്കാൻ ഒരു സാധ്യതയില്ല. ധർമ്മേട്ടനെ മുരളിയെയും ആ നന്ദിനി എന്തെങ്കിലും ചെയ്തു കാണുമെന്ന് എന്റെ പേടി. നന്ദിനിക്ക് അവരോട് യാതൊരു ശത്രുതയില്ല. അവർക്കൊരു അബദ്ധം ഉണ്ടാവില്ല ആന്റി. ആന്റി ധൈര്യം അടിച്ചല്ലോ, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ഉടനെ ഒന്ന് അന്വേഷിച്ച് മോനെന്ന് അവരെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവാ. അവര് തിരിച്ചു വന്നാലേ ആന്റിക്ക് ഒരു സമാധാനം ഉണ്ടാവും. ഗംഗയെ ധർമ്മജനങ്ങൾ കൂട്ടിക്കൊണ്ടുപോയെന്നല്ലേ ദേവസേന പറഞ്ഞത്. മുരളിക്ക് എന്തോ അത്യാവശ്യമായിട്ട് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞ് അവനെ കാണാൻ പോകുന്ന വഴിക്കല്ലേ ആക്സിഡന്റും ഉണ്ടായത്. ധർമ്മജനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഗംഗ എന്നെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരികയും ചെയ്താണല്ലോ. അപ്പൊ ഗംഗയെ ആരായിരിക്കും രക്ഷിച്ചത്? ഈ അങ്കിളും മുരളി ഇത് എവിടെ പോയി? ഗംഗയോട് ചോദിച്ചാ കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാം. മുരളിയങ്കളെ 2 ദിവസമായിട്ട് പേടിച്ച് ഒളിച്ചിരുന്നിട്ട് ഇപ്പോഴാണ് ഈ വീട്ടിലേക്ക് വരുന്നേ. അന്ന് അങ്കിളും ധർമ്മജനങ്ങളും കൂടെ ഗംഗ ചേച്ചി അച്ഛനെ കൊല്ലാൻ നോക്കിയ കാര്യമൊക്കെ ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. അച്ഛൻ അങ്കിളിനെ കാണാൻ വേണ്ടി ഇരിക്കുക. അപ്പൊ ഞങ്ങളിവിടെ പറഞ്ഞുവിടുന്നൊക്കെ ഇവിടെ കേട്ടല്ലേ? വല്ല സ്വപ്നവും കണ്ടതാണെന്നും പറഞ്ഞ് പറ്റിക്കാം. എന്നെ പറഞ്ഞു പറ്റിക്കണോന്ന് ആലോചിക്കായിരിക്കൂലേ? എന്താ മോളെ, ഞങ്ങള് ഗംഗ അരുണിനെയും കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞെന്നോ? നീ ഉറങ്ങിക്കിടന്നപ്പോ വല്ല സ്വപ്നം കണ്ടോ മോളെ? അങ്കിൾ ഇങ്ങനെ വയ്യാതിരിക്കുന്ന അവസ്ഥയില് എന്തിനാ മോളെ അങ്കിളിനെ വിഷമിപ്പിക്കുന്നേ? അല്ല, ഞാൻ സ്വപ്നമൊന്നും കണ്ടല്ല. നിങ്ങൾ രണ്ടുപേരും പറയണതേ ഞാൻ കേട്ടതാ. നിക്ക്, ഞാൻ പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വരാം. ദേവസേനെ മോളെ നിക്ക് നിക്ക്. പോവല്ലേ കൊച്ചെ. ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിയില്ലെന്ന് കരുതിയതാ. ഈ കൊച്ചു നാട്ടിൽ മുഴുവൻ പാട്ടാക്കെന്ന് തോന്നുന്നേ. ഇനിയിപ്പോ എന്ത് പറഞ്ഞ തടിതപ്പ. വാ ചവന്ന് വഴക്ക് പറയ. പറടാ, ദേവസേന പറഞ്ഞൊക്കെ സത്യമാണോ? എടാ, അവളെന്തോ സ്വപ്നം കണ്ട് പിച്ചുമ്പയും പറയുന്നതാ. കൊച്ചിന്റെ വാക്ക് വിശ്വസിക്കേണ്ട കാര്യം എന്താ? ഞങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ?
അരുണേ വേണ്ട അരുണേ ഇത് അടിക്കല്ലേ അരുണേ വേണ്ടെന്ന് വിടല്ലേ എടാ വേണ്ടെന്ന് പറഞ്ഞു വിടാൻ അരുണ വേണ്ട അടിക്കലല്ലോ ഇവനെയൊന്ന് വെറുതെ വിടുന്നതിൽ ഇനി അർത്ഥമില്ല ഗംഗ. 2 ദിവസമായിട്ട് ഇവനെ കാണാതെ ഞാനൊരു വിഷമിച്ചിരിക്കുക. എന്ത് ഏതാന്ന് ചോദിക്കാതെ നീ എന്തിനാ അവനെ വെറുതെ തല്ലുന്നേ? ഇങ്ങനെ തല്ല മാത്രം എന്ത് ചെയ്തപ്പോ? എന്തിനാ നിങ്ങളുടെ മോനോട് തന്നെ ചോദിക്കേ? എടാ എന്തിനാ കിടന്ന് പട്ടിയെ പോലെ തല്ലു വാങ്ങുന്നേ? ദിവസേനെ മോള് പറ, ഇവിടെ എന്താ ശരിക്കും നടന്നത്? നടന്നതൊക്കെ ഞാൻ അന്ന് തന്നെ പറഞ്ഞതല്ലേ. എന്നോട് എപ്പോഴാ പറഞ്ഞേ? എന്തൊന്നും അറിയാത്ത പോലെ ചോദിക്കുന്നേ. ചേച്ചി കണ്ണഴകിയമ്മയുടെ വീട്ടിൽ നിന്നില്ലേ, അപ്പൊ ഞാൻ വന്ന് ഇവർ രണ്ടുപേരും ചേച്ചിയെ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞ കാര്യമൊക്കെ മറന്നോ? ഞാനാണെന്ന് കരുതി ദേവസേന നന്ദിനിയോടായിരിക്കാം പറഞ്ഞത്. ഇതൊക്കെ അവളുടെ കളികളായിരിക്കും. ഇനിയൊന്നും മറച്ചു വെക്കാതെ ഉള്ള സത്യം പറയാം. ഞാൻ പറയാടാ, നീ എന്നോട് ക്ഷമിക്കാറുണേ. ഇതിനെല്ലാം കാരണം എൻ്റെ അച്ഛൻ ഒറ്റ ഒരാളാ. അച്ഛനാണ് നിന്നെയും ഗംഗയും കൊല്ലണമെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ വേണ്ടെന്ന് പലതവണ പറഞ്ഞു നോക്കിയതാ. നിന്നെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത്. നിന്നെ രക്ഷിക്കണമെന്ന് കരുതി ഓടി വരികയായിരുന്നു ഞാൻ. സിഗ്നൽ തെറ്റിച്ചിട്ട് ആക്സിഡന്റ് പെട്ടടാ. ഈ പറഞ്ഞതൊന്നും നിനക്ക് വിശ്വാസമായിട്ടില്ലെന്നറിയാം. നീ വിശ്വസിക്കണ്ടായിരുന്നേ. നിനക്കും ഗംഗയ്ക്കും ആപത്തൊന്നും വരാതെ രക്ഷപ്പെട്ടല്ലോ. എനിക്കത് മാത്രം മതി. ഇനി ഞാൻ ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നത് ശരിയല്ല. നിന്റെ സംശയമൊന്നും ഒരിക്കലും മാറില്ലെന്നറിയാം. ഞാൻ ഇനി നിനക്ക് ശല്യമായിട്ടുണ്ടാവില്ല. എവിടേക്കെങ്കിലും പൊക്കോളാം. ശല്യമായിട്ടുണ്ടാവില്ല. എവിടേക്കെങ്കിലും പൊക്കോളാം. എനിക്ക് അന്നും ഇന്ന് ഈ കുടുംബത്തോട് സ്നേഹം മാത്രമേ ഉള്ളടാ. അതിന് ഞാൻ ചത്താലും മാറാൻ പോകുന്നില്ല. 1000 തവണ ഞാൻ അച്ഛനോട് പറഞ്ഞു നോക്കിയതാ. എന്നിട്ടും അരുണേട്ടാ, അന്ന് നന്ദിനിയെ കൊല്ലാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ ധർമ്മജൻ അങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടു പോയത്. അത് കണ്ടിട്ടായിരിക്കണം ദേവസേന ഞാനാണെന്ന് കരുതി നന്ദിനിയോടെല്ലാം പറഞ്ഞത്. ഞങ്ങളവിടെ എത്തിയപ്പോ തന്നെ നന്ദിനി അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോ അരുണേട്ടനും മുരളിക്കും ആക്സിഡന്റ് ആയതിന് കാരണം ആ നന്ദിനി തന്നെ ആയിരിക്കും. ആ സാഹചര്യത്തിലാണ് ജാനകി ചേച്ചി എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തിയത്. പക്ഷെ അവൾക്കുള്ള ദേഷ്യം അവള് നിങ്ങൾ രണ്ടുപേരോടാ തീർത്തത്. നീയെങ്കിലും സത്യം മനസ്സിലാക്കിയല്ലോ ഗംഗെ. പക്ഷെ അരുണിന്റെ സംശയം മാറാൻ പോകുന്നില്ല. അരുണേട്ടാ, മുരളി ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. അവന് വെറുതെ ഇങ്ങനെ സംശയിക്കണ്ട. ഇതിനെല്ലാത്തിനും കാരണം നന്ദിനിയാ. ഇവർ ഈ കാണിച്ചത് നന്ദിനി തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്നാ? എന്നെയോ നിന്നെയോ കൊല്ലാൻ ആ നാഗത്തിന് ഇവരെ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ സമാധാനം നശിപ്പിക്കാനാ ആ നന്ദിനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ പറയുന്ന കേക്ക്. നന്ദിനിയോടുള്ള ദേഷ്യം നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. ഇതിൽ കൂടുതൽ എനിക്കിനി ഒന്നും പറയാനില്ല. വാ. അരുണേട്ടനെ ഇപ്പൊ ഈ ചെയ്തു പോയതിനൊക്കെ ഞാൻ മുരളിയോട് മാപ്പ് ചോദിക്കുക. ഇപ്പൊ നടന്നതൊന്നും മനസ്സിൽ വെക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം. മുരളിയെ റൂമിലേക്ക്
എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയായി ഈ കൊട്ടാരത്തിൽ വന്നിരിക്കുന്നത്. ഇവനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കിയേ പറ്റൂ. എടാ മോനെ, ഇതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് ആ മനുഷ്യനത് എവിടെ പോയി കിടക്കുക? ഈ വക്രബുദ്ധി അല്ലാതെ ഒന്നും അയാളുടെ തലയിൽ വരില്ലേ? അമ്മേ, ഞാനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. എന്നെ നിങ്ങളൊന്ന് വെറുതെ വിട്. എന്നാലും എന്റെ ധർമ്മേട്ടനത് എവിടെയാടാ? അച്ഛൻ ഇങ്ങോട്ട് വന്നോളൂ അമ്മേ. ചുമ്മാ ഓരോന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ സ്വസ്ഥത കളയാതെ എനിക്കൊരു കാപ്പി എടുത്തോണ്ട് വാ. നീ ഒന്നും നന്നാവില്ലടാ. എന്താടാ, എന്തൊക്കെ നുണകളാ നീ അവിടെ വെച്ച് അരുണേട്ടനോട് വിളിച്ചു പറഞ്ഞേ? കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് പോകുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലാനും മടിക്കില്ല. സർഗത്തുൽ ഭാഷാബായി ജയിപ്പിച്ചു തന്ന ഈ ഏലസ് എന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം നിനക്ക് എന്റെ ദേഹത്തൊന്നും തൊടാൻ പോലും കഴിയില്ല. നിന്റെ അച്ഛനും ഇതുപോലുള്ള വെല്ലുവിളികൾ നടത്തിയതാ. അയാൾക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞാ നീ പേടിച്ച് പിന്മാറുന്നതാണ്. എടി, എന്റെ അച്ഛന് നീ എന്താ ചെയ്തേ? ഒരിക്കലും മടങ്ങി വരാനാവാത്ത രീതിയിൽ ആ ദുഷ്ടനെ ജീവനോടെ കുഴിച്ചു മൂടി ഞാൻ. വരാനാവാത്ത രീതിയിൽ ആ ദുഷ്ടനെ ജീവനോടെ കുഴിച്ചു മൂടി ഞാൻ. ആ അവസ്ഥ നിനക്കും വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ വീട് വിട്ട് നീ പോയിരിക്കണം. ഞാൻ ഇവിടുന്ന് എവിടെയും പോവില്ല. എന്റെ അച്ഛനെ കൊന്നു കളഞ്ഞല്ലേ നീ? ഈ മുരളിയാ പറയുന്നേ. എന്റെ അച്ഛനെ കൊന്നതിന് പ്രതികാരമായിട്ട് നിന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഞാൻ കൊന്നു തള്ളിയിരിക്കും ജാനകി. എങ്കിൽ നിനക്കും പോവാൻ സമയമായി മുരളി. എന്റെ അരുണേട്ടനെയും കുഞ്ഞിനെയും നീ ഒന്നും ചെയ്യില്ല. ഇപ്പൊ തന്നെ കൊല്ലും ഞാൻ നിന്നെ. ഈ ഏലസ് എന്റെ കൈ കിടക്കുന്നിടത്തോളം കാലം നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ജാനകി. ആ ഏലസിന്റെ ശക്തിയില് ഇപ്പൊ നീ രക്ഷപ്പെട്ട് കാണും. പക്ഷേ എന്നും അത് നിന്റെ സഹായത്തിന് ഉണ്ടാവാൻ പോകുന്നില്ല. കോഫി. ഇവിടെ സുഖമായിട്ട് കഴിയുന്ന അരുണും ദേവസേനയും മരിച്ചതിന് ശേഷം മാത്രമേ എന്റെ അച്ഛൻ പോയ കാര്യം അമ്മ അറിയാൻ പാടുള്ളൂ. നീ എന്താടാ ആലോചിച്ച് കൂട്ടുന്നേ? ഒന്നുമില്ലമ്മേ. എടാ, നീ എന്നെ ചാടിക്കടിക്കാൻ വരില്ലേ? അച്ഛൻ വന്നോളെന്നും പറഞ്ഞിരിക്കാതെ ഒന്ന് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്കടാ. ഇവിടെയെങ്ങും ആരുമില്ലെന്നാ തോന്നുന്നേ. അകത്തേക്ക് വാ നന്ദിയ. വാ. അയ്യോ, ആരും കാണണ്ട. അടുത്തേക്ക് വരൂ. എന്താ ഗംഗേ? എന്താ ഇത്? ഇദ്ദേഹത്തെ വീട്ടിലേക്ക് എന്തിനാ കൂട്ടിക്കൊണ്ടുവന്നേ?
നമുക്കൊരു സഹായം ആവുമല്ലോ എന്ന് കരുതി കൊണ്ടുവന്നതാ. അല്ലെങ്കിൽ തന്നെ അരുണേട്ടന് ഞാൻ നന്ദിനോട് പ്രതികാരം ചെയ്യുന്നതൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാ. ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെയും കൂടി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടിയില്ല. ഞാൻ അരുണിനോട് പറഞ്ഞോളാം ഗംഗെ, നീ ഇങ്ങനെ പേടിക്കാതെ. അയ്യോ, കാര്യങ്ങൾ അറിയാതെ മാധവി സംസാരിക്കുന്നെ. അച്ഛൻ മരിച്ചപ്പോ മുതല് അരുണേട്ടന് നിങ്ങളോടും തീരാത്ത ദേഷ്യ. നിങ്ങൾ ഇവിടെ ഉള്ളത് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അങ്ങനെയുള്ളപ്പോ ഇദ്ദേഹത്തെ നിങ്ങളുടെ കൂടെ ഇവിടെ കണ്ട ആ നിമിഷം തന്നെ നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കും. ഗംഗേ 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 നീ ഇത് എവിടെയാ ഗംഗേ?